ശ്യാം ബെനഗലിന്റെ ആദ്യ സിനിമ പിറവിയെടുക്കുന്നത് 12ാം വയസ്സിലാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്ത ക്യാമറ ഉപയോഗിച്ചായിരുന്നു ആദ്യ സിനിമ. അന്നേ ശ്യാമിന് ഉറപ്പായിരുന്നു സിനിമയാണ് തന്റെ വഴിയെന്ന്. അവസാന കാലത്ത് പോലും അദ്ദേഹം ജീവിച്ചത് സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു. ആഴ്ചകൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ 90ാം പിറന്നാൾ ആഘോഷമാക്കിയിരുന്നു. ഇന്ത്യൻ സമാന്തര സിനിമ മുന്നേറ്റത്തിന്റെ അമരക്കാരനായിരുന്നു ശ്യാം ബെനഗൽ. മുഖ്യധാര സിനിമകൾ തീർത്തുവെച്ച സൗന്ദര്യ ലോകത്തിലേക്ക് അദ്ദേഹം ഒരിക്കലും കടന്നു ചെന്നില്ല. ശ്യാമിന്റെ ക്യാമറ ചലിച്ചത് യാഥാർത്ഥ്യങ്ങളിലേക്കായിരുന്നു. വർഗീയതയും ജാതീയതയും സ്ത്രീകളുടെ പ്രശ്നവുമെല്ലാം അദ്ദേഹം തന്റെ കലയിലൂടെ പറഞ്ഞുവെച്ചു. 6 പതിറ്റാണ്ട് നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം മാത്രം മതി ഇന്ത്യയുടെ ചരിത്രം അറിയാൻ. കൊങ്ങിണി സംസാരിക്കുന്ന ചിത്രപൂർ സരസ്വതി ബ്രാഹ്മിൺ കുടുംബത്തിൽ 1934 ഡിസംബർ 14 അദ്ദേഹത്തിന്റെ ജനനം. 1974 ഇറങ്ങിയ അങ്കുറായിരുന്നു ആദ്യ ചിത്രം. തുടർന്നങ്ങോട്ട് ഇന്ത്യൻ സിനിമയെ കാത്തിരുന്നത് സമാന്തര സിനിമയുടെ കുത്തൊഴുക്കായിരുന്നു. 1976 ഇറങ്ങിയ മന്ദൻ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ചിത്രമാണ്. കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ചിത്രം പറഞ്ഞത്. ഭൂമിക എന്ന ചിത്രത്തിലൂടെ പ്രശസ്തയായ നടിയുടെ ജീവിതമാണ് വരച്ചുകാട്ടിയത്. സിനിമയിലും ജീവിതത്തിലും അവർ കടന്നുപോകുന്ന പ്രതിസന്ധികൾ അദ്ദേഹം വരച്ചിട്ടു. സിനിമയിൽ മാത്രമല്ല, ടെലിവിഷൻ രംഗത്തും അദ്ദേഹം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയെ ആസ്പദമാക്കി ഒരുക്കിയ ഭാരത് എക് ഗോജ് എന്ന TV സീരിയലാണ് അദ്ദേഹം സംവിധാനം ചെയ്തത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടവും ചരിത്രവുമാണ് ചിത്രത്തിൽ പറഞ്ഞത്. തിരക്കഥാകൃത്ത്, എഡിറ്റർ എന്നീ നിലകളിൽ അദ്ദേഹം ശ്രദ്ധ നേടി. 18 ദേശീയ പുരസ്കാരങ്ങളാണ് അദ്ദേഹം നേടിയത്. കൂടാതെ അദ്ദേഹത്തിന്റെ 3ാമത്തെ ചിത്രം കാൻ ചലച്ചിത്രമേളയിലെ പാം ഡിയോർ നോമിനേഷൻ നേടി. 2005 ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ഉൾപ്പെടെ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. 1976 അദ്ദേഹത്തിന് പത്മശ്രീയും 1991 പത്മഭൂഷണും നൽകി രാജ്യം ആദരിച്ചു.